മലയാള സിനിമയിൽ ശ്രീനിവാസൻ എന്ന പേര് വെറും ഒരു നടന്റെയോ തിരക്കഥാകൃത്തിന്റെയോ പേരല്ല. അതൊരു കാലഘട്ടത്തിന്റെ അടയാളമാണ്. തനിക്ക് ചുറ്റുമുള്ള ലോകത്തെ നിശിതമായി നിരീക്ഷിക്കുകയും സാധാരണക്കാരന്റെ വേദനകളെയും സ്വപ്നങ്ങളെയും സിനിമാറ്റിക് ഭാവുകത്വങ്ങളില്ലാതെ അവതരിപ്പിക്കുകയും ചെയ്ത പ്രതിഭ. അടുത്തിടെ നടന്ന ഫിലിംഫെയർ അവാർഡ് വേദിയിൽ അദ്ദേഹത്തിന് ലഭിച്ച ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ഭാര്യ വിമലയും മകൻ വിനീതും ചേർന്ന് ഏറ്റുവാങ്ങിയപ്പോൾ അത് മലയാളികൾക്ക് കേവലം ഒരു അവാർഡ് ദാന ചടങ്ങായിരുന്നില്ല, മറിച്ചൊരു വലിയ മനുഷ്യനോടുള്ള ആദര പ്രകടനമായിരുന്നു. വിജയിച്ച ഓരോ പുരുഷന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാകുമെന്ന ചൊല്ല് ശ്രീനിവാസന്റെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. സിനിമയിൽ പണം വരുന്ന സൂപ്പർ ഹിറ്റുകൾ എഴുതുമ്പോഴും വീട്ടിൽ ശ്രീനിവാസൻ എന്ന പച്ചയായ മനുഷ്യനെ ചേർത്ത് പിടിച്ചത് വിമലയായിരുന്നു. അവാർഡ് സ്വീകരിച്ച ശേഷം വിനീത് ശ്രീനിവാസൻ കുറിച്ച വാക്കുകൾ ഏവരുടെയും ഹൃദയത്തിൽ തൊടുന്നതായിരുന്നു. ഈ പുരസ്കാരം അമ്മയ്ക്കുള്ളതാണ്. ശ്രീനിവാസൻ എന്ന കലാകാരനെ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ വിമല വഹിച്ച പങ്ക് വാക്കുകൾക്കപ്പുറമാണ്. അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിന്റെ കാലത്തും അസുഖത്തിന്റെ നാളുകളിലും തളരാതെ കൂടെ നിന്നത് വിമലയായിരുന്നു. അസുഖം മൂർച്ഛിച്ച സമയത്ത് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് അവർ അദ്ദേഹത്തെ പരിചരിച്ചത്. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പുരസ്കാരം സ്വീകരിക്കാൻ എത്തിയപ്പോൾ മകൻ ധ്യാനിനെ കെട്ടിപ്പിടിച്ച വിമല വിതുമ്പിയ കാഴ്ച കേരളം മുഴുവൻ കണ്ടതാണ്. ആ കണ്ണുനീരിൽ ശ്രീനിവാസനോടുള്ള പ്രണയവും അദ്ദേഹമില്ലാത്ത ലോകത്തെ ശൂന്യതയും കലർന്നിരുന്നു. വിമലയും ശ്രീനിവാസനും ഒന്നിക്കുന്നത് ഒരു പ്രണയ വിവാഹത്തിലൂടെയായിരുന്നു. ഇരുവരും പാരലൽ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് പ്രണയത്തിലാവുന്നത്. അന്ന് ശ്രീനിവാസന്റെ കൈവശം സമ്പത്തോ പ്രശസ്തിയോ ഉണ്ടായിരുന്നില്ല. സിനിമാ മോഹവുമായി ചെന്നൈയിലേക്ക് വണ്ടി കയറുമ്പോൾ വലിയൊരു ഭാവിയെക്കുറിച്ച് അദ്ദേഹത്തിന് പോലും നിശ്ചയമുണ്ടായിരുന്നില്ല. മദ്രാസ് ഫിലിം ചേംബറിലെ പഠനത്തിനു ശേഷം അഭിനയത്തിനായി അലയുന്ന കാലത്തും വിമല അദ്ദേഹത്തിന് ധൈര്യം നൽകി. രജിസ്റ്റർ വിവാഹമായിരുന്നെങ്കിലും അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹം കഴിക്കുകയായിരുന്നു. അന്ന് ആ ചടങ്ങുകൾക്ക് എല്ലാ സഹായവും നൽകിയത് മമ്മൂട്ടിയും ഇന്നസെന്റുമായിരുന്നുവെന്നും ശ്രീനിവാസൻ പലപ്പോഴും നന്ദിയോടെ സ്മരിക്കാറുണ്ട്. ദാരിദ്ര്യം നിറഞ്ഞ പഴയ കാലത്താണ് തന്റെ ഏറ്റവും മികച്ച പല കൃതികളും അദ്ദേഹം എഴുതിയതെന്നതും ശ്രദ്ധേയമാണ്. ശ്രീനിവാസൻ സത്യത്തിൽ ഒരു നടനാകാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ പ്രിയദർശൻ മുന്നോട്ട് വെച്ച ഒരു ഉപാധിയാണ് അദ്ദേഹത്തെ എഴുത്തുകാരനാക്കിയത്. അഭിനയിക്കണമെങ്കിൽ തിരക്കഥ എഴുതണം എന്ന പ്രിയദർശന്റെ നിബന്ധനയാണ് മലയാളത്തിന് ഓടരുതമ്മാവ ആളറിയാം മുതൽ സന്ദേശം വരെയുള്ള ക്ലാസിക്കുകൾ സമ്മാനിച്ചത്. മലയാള സിനിമയിലെ ദാസനും വിജയനും എന്ന കൂട്ടുകെട്ടിലൂടെ മലയാളി അതുവരെ കണ്ടിട്ടില്ലാത്ത ഹാസ്യത്തിന്റെ പുതിയ തലങ്ങൾ അദ്ദേഹം തുറന്നു നൽകി. പട്ടിണിയും തൊഴിലില്ലായ്മയും പ്രമേയമാകുമ്പോഴും അതിൽ ചിരിയുടെ മാലപ്പടക്കം തീർക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ശ്രീനിവാസന്റെ സ്വഭാവത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന്റെ സത്യസന്ധതയായിരുന്നു. എന്ത് കാര്യവും മുഖത്ത് നോക്കി പറയുന്ന പ്രകൃതം. ഈ സ്വഭാവം മാറ്റണമെന്ന് വിമല പലപ്പോഴും ഉപദേശിക്കാറുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പല തുറന്നു പറച്ചിലുകളും വലിയ ശത്രുക്കളെയാണ് സിനിമാ ലോകത്ത് സൃഷ്ടിച്ചത്. പക്ഷെ തന്റെ ശരികളിൽ നിന്ന് പിന്നോട്ട് പോകാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളെക്കാൾ സത്യസന്ധമായ നിലപാടുകൾക്കാണ് അദ്ദേഹം മുൻഗണന നൽകിയത്. വിനീതും ധ്യാനും സിനിമയിലേക്ക് വന്നത് തികച്ചും സ്വാഭാവികമായാണ്. തന്റെ മക്കൾക്ക് വേണ്ടി ആരോടും ശുപാർശ ചെയ്യുന്ന സ്വഭാവം ശ്രീനിവാസൻ ഉണ്ടായിരുന്നില്ല. മക്കൾ സ്വന്തം കഠിനാധ്വാനം കൊണ്ട് വളരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം പാട്ടുകാരനായാണ് വിനീത് വന്നത്. പിന്നീട് സംവിധായകനാകാൻ ആഗ്രഹിച്ചപ്പോൾ ആദ്യ കഥ അച്ഛനെ കാണിച്ചു. ഇത് കൊള്ളില്ല എന്നായിരുന്നു ശ്രീനിവാസന്റെ മറുപടി. എന്നാൽ ആ വിമർശനത്തെ പോസിറ്റീവായി എടുത്ത വിനീത് കഥയിൽ മാറ്റങ്ങൾ വരുത്തിയതോടെ അച്ഛൻ അംഗീകരിക്കുകയായിരുന്നു. ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും വിജയിച്ച സംവിധായകരിൽ ഒരാളായി വിനീത് മാറിയത് അച്ഛൻ നൽകിയ കണിശമായ നിലപാടുകൾ കൊണ്ടുകൂടിയാണ്. ജ്യേഷ്ഠന്റെ സിനിമയിലൂടെ അരങ്ങേറിയ ധ്യാൻ തന്റെ തനതായ രീതിയിലൂടെയാണ് മുന്നേറുന്നത്. സിനിമയെക്കുറിച്ചോ കഥയെക്കുറിച്ചോ ധ്യാൻ അച്ഛനുമായി അത്രയധികം ചർച്ചകൾ നടത്താറില്ലെന്ന് വിമല വെളിപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും അച്ഛന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിൽ രണ്ടുപേരും ശ്രദ്ധാലുക്കളാണ്. ശ്രീനിവാസൻ ഇല്ലാത്ത മലയാള സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്നാണ് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തും സംവിധായകനുമായ സത്യൻ അന്തിക്കാട് പറഞ്ഞത്. അദ്ദേഹം ഒരു വിദേശ സിനിമയുടെ ഷൂട്ടിങ്ങിനായി പോയിരിക്കുകയാണെന്ന് വിശ്വസിക്കാനാണ് ആരാധകർക്കിഷ്ടം. അസുഖബാധിതനായിരുന്നപ്പോഴും ജീവിതത്തിലേക്ക് അദ്ദേഹം പൊരുതി കയറിയത് വിമലയുടെ തളരാത്ത കരുതൽ കൊണ്ടായിരുന്നു. അവസാന നാളുകളിൽ പോലും തന്റെ ചുറ്റുമുള്ള ലോകത്തെ പരിഹസിക്കാനും തമാശകൾ പറയാനും അദ്ദേഹം മറന്നില്ല. ആ ചിരി മലയാളിയുടെ സ്വീകരണ മുറിയിൽ ഇന്നും മുഴങ്ങുന്നുണ്ട്. വിമലയും മക്കളും ഇന്ന് ആ ഓർമ്മകളുടെ തണലിലാണ് കഴിയുന്നത്. ശ്രീനിവാസന്റെ മരണശേഷം വിമലയ്ക്ക് ലഭിക്കുന്ന ഓരോ ആദരവും സത്യത്തിൽ ആ ദാമ്പത്യത്തിന്റെ കരുത്തിനുള്ള അംഗീകാരമാണ്. ശ്രീനിവാസൻ എന്ന വ്യക്തി സിനിമയുടെയും ജീവിതത്തിന്റെയും വലിയൊരു പാഠപുസ്തകമാണ്. കഷ്ടപ്പാടുകളെ എങ്ങനെ സർഗാത്മകമായി ഉപയോഗിക്കാമെന്നും പ്രണയവും കുടുംബവും എങ്ങനെ ഒരു മനുഷ്യന് താങ്ങായി മാറുമെന്നും അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. വിമല എന്ന പെണ്ണിന്റെ കരുത്തും വിനീതിന്റെയും ധ്യാനിന്റെയും വളർച്ചയും കാണുമ്പോൾ മുകളിലിരുന്ന ശ്രീനിവാസൻ ആ പഴയ വിജയൻ സ്റ്റൈലിൽ ചിരിക്കുന്നുണ്ടാകണം. ആ ചിരി ഒരിക്കലും മരിക്കില്ല. അത് കാലാതീതമായി തുടരും.